ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്നോടിയ നടൻ ഷൈൻ ടോം ചാക്കോ ഇന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകും. ഷൈനെ സെൻട്രൽ SCP ജയകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. പരിശോധനയ്ക്കിടെ എന്തിനാണ് ഓടിയത് എന്നതിലാണ് ചോദ്യം ചെയ്യൽ. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇന്ന് വൈകിട്ട് 3 മണിക്ക് പോലീസിന് മുന്നിൽ ഹാജരാകും എന്നാണ് ഷൈൻ്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ പരിശോധനയ്ക്കിടെ ഷൈൻ ഓടിയത് എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. എന്താണ് പോലീസിന്റെ തുടർ നീക്കം? അവരെന്താണ് ആലോചിക്കുന്നത്? 3 മണിക്ക് ഹാജരാകും എന്ന് തന്നെയാണോ പോലീസ് പ്രതീക്ഷിക്കുന്നത്? റിയത്ത് ഇന്ന് 3 മണിക്ക് ഹാജരാകുമെന്നുള്ളതാണ് ഇന്നലെ ഷൈന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ അതിനു മുൻപ് ഹാജരാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. നേരത്തെ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാവിലെ 9 മണിയോടുകൂടി ഹാജരാകണം. അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തിന് ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസിനെ കണ്ടപ്പോൾ ഓടി, അതിലൊരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കേസ് എടുത്തിട്ടില്ല. ഷൈന്റെ കയ്യിൽ നിന്ന് ഷൈൻ താമസിച്ച മുറിയിൽ നിന്നൊന്നും ലഹരി വസ്തുക്കൾ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. പക്ഷേ പോലീസിനെ കണ്ടപ്പോൾ എന്തിനു ഓടി രക്ഷപ്പെട്ടു, അതും ഇത്ര സാഹസികമായി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതിൽ ഒരു വിശദീകരണമാകും ഷൈന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുക. ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആവശ്യമെങ്കിൽ ലഹരി ഉപയോഗിക്കാനോ ലഹരി ഒളിപ്പിക്കാനോ ഷൈൻ ശ്രമിച്ചു എന്ന് പോലീസിന് സംശയമുണ്ടെങ്കിൽ സ്വാഭാവികമായും രാസപരിശോധനയ്ക്ക് വേണ്ടി ഷൈന്റെ മുടിയോ സ്രവങ്ങളോ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഷൈൻ എങ്ങനെ പോലീസിനോട് പ്രതികരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലീസും തീരുമാനിക്കുക. ശരി, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഹോട്ടലിലെ ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പോലീസിന് മുമ്പിൽ ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പും പോലീസിന് മുന്നിൽ ഹാജരാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.